ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ലോഗോ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകരൊക്കെ ഫസ്റ്റ് പ്രൊമോ അല്ലെങ്കിൽ ലോഗോയുടെ ലോഞ്ചിങ് പ്രൊമോ ഒക്കെ കണ്ടതിന് ശേഷം ലോഗോയുടെ ഡീകോഡിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലൊക്കെ ഈ ഒരു ലോഗോയുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഡീകോഡിംഗ് വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു സീസൺ 7ന്റെ തീം എന്തായിരിക്കും എന്നതിനെ പറ്റി തന്നെയാണ് ചർച്ചകൾ. അപ്പം ഞാനും ഈ ഒരു ലോഗോ നോക്കിയതിന് ശേഷം പ്രത്യേകിച്ച് മുൻ സീസണുകളിലൊക്കെ കണ്ടതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചിങ് ആയിട്ടുള്ള ഒരു ലോഗോയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോഗോ പ്രൊമോ ആണ് നമ്മൾ ഇന്നലെ കണ്ടത്. എന്നിരുന്നാൽ പോലും അത്യാവശ്യം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഐയുടെ ലോഗോ തന്നെയാണ്. രണ്ട് സൈഡിൽ നമ്മുടെ ഐയുടെ ആ ഒരു രണ്ട് കോർണർ ഇരിക്കുന്നത് പോലെ തന്നെ ഈ ഒരു സീസൺ 7ന്റെ 7 എന്ന രണ്ട് കോർണറിലും കാണിച്ചുകൊണ്ട് പിന്നെ സെൻട്രലായിട്ട് നമ്മുടെ കണ്ണിന്റെ ആ ഒരു ഐ കറക്റ്റ് ആയിട്ട് ഒരു ക്യാമറ ലെൻസ് പോണക്ക് സൂം ഇൻ സൂം ഔട്ട് ചെയ്യുന്ന ആ ഒരു പൊസിഷനിൽ കൊടുത്തിട്ട് റൗണ്ട് ചെയ്ത് 7 പോർഷൻസ് ആയിട്ട് നമ്മൾ പാർട്ടീഷൻ പോലെ തിരിച്ചിട്ടിരിക്കുന്നു. എന്നിട്ടൊരു നിയോൺ ലൈറ്റിൽ സറൗണ്ട് ചെയ്തിരിക്കുന്നു. അപ്പം മൊത്തത്തിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ച ചെയ്യുന്ന ഈ ഒരു സീസണിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോഗോയുമായി ബന്ധപ്പെട്ട് വൈബ്രന്റ് അല്ലെന്നുണ്ടെങ്കിൽ യുവത്വം അതുപോലെ തന്നെ ലക്ഷറി ഇതൊക്കെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നതാണ്. അപ്പൊ ഇതെന്ത് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സീസണെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ലല്ലോ. കാരണം സീസൺ മികച്ചതാണെന്നുണ്ടെങ്കിൽ മികച്ച കണ്ടസ്റ്റൻസ് വേണം, മികച്ച തീം വേണം അല്ലെ. അപ്പം ഈ ഒരു തീമിന്റെ എന്തെങ്കിലും ഒരു സീക്രട്ട് ഈ ഒരു ലോഗോയിൽ ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും തന്നെ കാണാനില്ല. പിന്നെ ഈ ഒരു 7 പാർട്ടീഷൻസ് അതൊരു ഈ ഒരു സീസണിന്റെ പാർട്ടീഷൻ ആയിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം സീസൺ 6 ആണെന്നുണ്ടെങ്കിലും പുറകോട്ട് ഓരോ സീസണിലും നമ്മുടെ ലോഗോയിൽ ഈ പറഞ്ഞതുപോലെ ഓരോ പാർട്ടീഷൻസ് അല്ലെങ്കിൽ ആ ഒരു സീസണുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സിമ്പിൾസ് ആ ഓരോ സീസണിന്റെ ഡിജിറ്റൽ നമ്പറിനെ സൂചിപ്പിച്ചുകൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പം അതിനപ്പുറം പ്രത്യേകിച്ചൊന്നും അതിൽ ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു പാർട്ടീഷനുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ഈ ഒരു സീസണിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്തെങ്കിലും പാർട്ടീഷൻസോ സിമ്പിൾസോ അതിലേക്ക് വരുന്നുണ്ടോ എന്ന് തരത്തിൽ സൂം ചെയ്ത് നോക്കിയിട്ടും പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണുന്നില്ല. പിന്നീട് രണ്ട് സൈഡിൽ കാണുന്ന ഒരു 7 എന്ന് പറയുന്നത് പല സോഷ്യൽ മീഡിയയിലും കണ്ടു. അത് ഒന്ന് ലാലേട്ടന്റെ എല്ലാണ്, മറ്റൊന്ന് സീസൺ 7ന്റെ 7 അതാണ് തിരിച്ചു കൊടുത്തിരിക്കുന്നത് എന്നാണ് പലയിടത്തും ഞാൻ കണ്ടു. അപ്പൊ ഒരു ഹോസ്റ്റിന്റെ ഒരു പേരിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ബിഗ് ബോസ് ഒക്കെ കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരും ഇത് ഈ ഒരു ഹോസ്റ്റ് അല്ലേ, അവരുടെ പേരിന്റെ ആദ്യ ലെറ്റർ ഒക്കെ ബിഗ് ബോസിന്റെ ലോഗോയിൽ കൊണ്ടുവരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കൊണ്ടുവരാതിരിക്കാൻ കേട്ടോ, അതൊക്കെ അവരുടെ ഇഷ്ടം. എനിക്കത് പേഴ്സണലി തോന്നിയില്ല. പിന്നെ ഇതിന്റെ ഈ ഒരു തീമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു സീസൺ 6 എന്ന് പറയുന്നത് തമിഴിലെ പെരിയ വീട് ചിന്ന വീട് എന്ന് പറയുന്ന ഒരു തീം എടുത്ത് നമ്മുടെ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് പവർ ഹൗസ് അല്ലെന്നുണ്ടെങ്കിൽ പവർ ഹൗസും പവർ റൂമും ഒക്കെ ഇട്ടിട്ട് സാധാരണ ആ ഒരു തീമാണ് നമ്മുടെ സീസൺ 6ൽ കൊണ്ടുവന്ന് അട്ടർ ഫ്ലോപ്പ് ആയിട്ട് പൊളിഞ്ഞു പോയത്. സെയിം നമ്മുടെ തമിഴിലും ആ ഒരു സീസൺ പൊളിഞ്ഞു പോയിരുന്നു. കാരണം നമ്മൾ ചെന്നൈയിലേക്ക് പോയ പിന്നെ തമിഴ് ബിഗ് ബോസുമായിട്ട് അല്ലെങ്കിൽ അവർക്ക് സാമ്യമുള്ള അവരുടെ സെയിം തീം മറ്റൊരു രീതിയിലേക്ക് കോപ്പി അടിച്ച് മലയാളത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് കുറച്ച് സീസണുകളായിട്ട് കണ്ടുവരുന്നത്. അപ്പം ഈ ഒരു സീസണിലും അത് തന്നെയാണ് എനിക്കൊരു ഭയം വരുന്നത്. കാരണം അവിടെ ഓൾറെഡി കഴിഞ്ഞ സീസൺ 8 തമിഴ് ബിഗ് ബോസ് സീസൺ 8 അതിന്റെ തീം അട്ടർ ഫ്ലോപ്പ് ആയിട്ട് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്ന് പറയുന്ന തീം 50 ദിവസം ഓടിച്ചിട്ട് ലാസ്റ്റ് ക്രിയേറ്റീവ് ടീമിനെ തന്നെ പിരിച്ചുവിട്ട് പുതിയൊരു ടീമിനെ കൊണ്ടുവന്ന് ആ ഒരു തീമും മാറ്റി എല്ലാവരെയും കൂടെ ഒന്നിച്ചൊക്കെയാണ് സീസൺ 8 ഒരു തരത്തിൽ അവർ കംപ്ലീറ്റ് ചെയ്തത്. അപ്പം ആ ഒരു തീം മറ്റൊരു രീതിയിൽ കോപ്പി അടിച്ച് മലയാളത്തിലേക്ക് കൊണ്ടുവരുമോ എന്ന് എനിക്ക് നല്ല രീതിയിലുള്ള സംശയമുണ്ട്. കാരണം രണ്ട് സൈഡിലുള്ള ആ ഒരു 7 കാണിക്കുന്നത് കൊണ്ട് രണ്ട് സൈഡിലായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഈ ഒരു സീസൺ 7ന്റെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന രണ്ടൊരു പാർട്ടീഷൻ ആയിട്ട് വരുമോ, രണ്ട് രീതിയിൽ തിരിക്കുമോ? അപ്പം ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്ന് ഞാൻ പറയുന്നില്ല, മറ്റൊരു രീതിയിൽ നമുക്ക് രണ്ട് രീതിയിലേക്ക് പാർട്ടീഷൻ ചെയ്ത് രണ്ട് രീതിയിൽ ആക്കാൻ പറ്റുന്നതാണ്. അപ്പം 7 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു തീം, അതായത് മുൻ സീസണുകളിൽ തമിഴിൽ കൊണ്ടുവന്ന ഈ ഒരു സീസണെ എടുത്ത് മറ്റൊരു രീതിയിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി മലയാളത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇവർ ശ്രമിക്കുമോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. എന്നാണെങ്കിലും തമിഴ് ബിഗ് ബോസ് കണ്ടവരും കാണാത്തവരും ഈ ഒരു ലോഗോ ലോഞ്ചിങ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതൊക്കെ ഒന്ന് കമന്റിൽ അറിയിക്കുക. എങ്ങനെയുണ്ട് ഈ ഒരു ലോഗോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഡീകോഡ് ചെയ്ത് കഴിയുമ്പോൾ മറ്റെന്തെങ്കിലും ആശയങ്ങൾ ഈ ഒരു സീസൺ 7മായി ബന്ധപ്പെട്ട് മറ്റൊരു എന്തൊരു തീം നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. നമുക്ക് മികച്ച കമന്റ്സോ അല്ലെന്നുണ്ടെങ്കിൽ മികച്ച രീതിയിൽ എന്തെങ്കിലും തീമും കാര്യങ്ങൾ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതേപ്പറ്റി നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് നോക്കിയിട്ട് എന്ത് തോന്നുന്നു, ഈ ഒരു ലോഗോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എങ്ങനെയുണ്ട്, മികച്ച ഒരു ലോഗോ
ആണ്. എന്നിരുന്നാലും ഈ ഒരു ജിയോ ഹോട്ട്സ്റ്റാർ വന്നതിൽ പിന്നെ ജിയോയുടെ മൊത്തം ഒരു കളർ, ആ ഒരു ലക്ഷറി കളർ, ആ പിങ്ക് കളർ, ഒരു ഡാർക്ക് പിങ്ക് കളർ കൊണ്ടുവന്ന് എല്ലായിടത്തും കൊണ്ടുവന്ന് ഇവര് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ആ ഒരു ലോഗോ ഫ്രെയിമിംഗ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ജിയോ ഹോട്ട്സ്റ്റാർ കണ്ടുവരുന്ന ആ പിങ്ക്, റെഡ്, റോസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വൈബ്രന്റ് കളറാണ് കൊണ്ടുവന്ന് ഇതിന്റെ ഫ്രെയിമിലും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അത് മാത്രമാണ് എനിക്ക് അതിനകത്ത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നിയത്. എന്താണേലും നിങ്ങൾ പ്രേക്ഷകർ തന്നെ പറയുക, എന്തെങ്കിലും ഐഡിയാസ് തോന്നുന്നുണ്ടോ? ഡീകോഡ് ചെയ്തിട്ട് പല പ്രേക്ഷകരും പല രീതിയിൽ ഡീകോഡിങ്ങും പല കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ഈ ഒരു ലോഗോ കണ്ടിട്ട് സൂം ചെയ്തൊക്കെ പല ഐഡിയാസും ഇലുമിനാറ്റി എഫക്ട് എന്നൊക്കെ പറഞ്ഞ് പല ലോഗോയിലും എല്ലാവരും കണ്ടുപിടിക്കുന്നതാണല്ലോ. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. എനിക്കത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നിയില്ല. പ്രത്യേകിച്ച് ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ട് ഈ ഒരു സീസണിന്റെ തീമിനെ അതിന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയില്ല. ആകെ ആ ഒരു രണ്ട് സൈഡിൽ കാണുന്ന ആ ഒരു 7 അങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അത് രണ്ട് രീതിയിൽ ആ ഒരു ഹൗസിനെ പാർട്ടീഷൻ ചെയ്യുമോ, കണ്ടസ്റ്റൻസിനെ അങ്ങനെ രണ്ടായിട്ട് തിരിക്കുമോ എന്നൊരു സംശയം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. എന്താണെന്നുണ്ടെങ്കിലും തീമൊക്കെ വരാൻ വേണ്ടി ഒരു 20 days 30 days എടുക്കുമായിരിക്കും. ഒരു 30 daysനുള്ളിലായിരിക്കും ആ തീമുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊമോ ഒക്കെ വരുന്നത്. അതിനുള്ളിൽ നമുക്ക് കോമണേഴ്സിന്റെ പ്രൊമോ ഒക്കെ ആയിരിക്കും വരുന്നത്. നമുക്ക് നോക്കാം അടുത്ത എന്നത്തേക്കായിരിക്കും വരുന്നത്. അതുവരെയും നമുക്ക് ഈ പറഞ്ഞ പോലെ ഓഡീഷൻസ് ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റ് ഇന്റർവ്യൂവിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കണ്ടസ്റ്റൻസും. അപ്പോൾ കുറച്ച് പേരുടെ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. അത് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ആ ഒരു ലിസ്റ്റും നിങ്ങളിലേക്ക് എത്തിക്കാം. കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പേരുകളൊക്കെ തന്നെയാണ്. ഒത്തിരി പേര് ഇന്റർവ്യൂസും മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അവരാരൊക്കെ വരുമെന്നോ അല്ലെങ്കിൽ ആരൊക്കെ കൺഫേം ആയിട്ട് വരുമെന്നോ ഒന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ആർക്കും ഈ ഒരു സാഹചര്യത്തിൽ കൺഫർമേഷൻ ഒന്നും കൊടുക്കത്തില്ല. ലാസ്റ്റ് 1 monthലൊക്കെ ആയിരിക്കും കൺഫർമേഷൻ ഒക്കെ കിട്ടുന്നത്. അല്ലെങ്കിൽ അത്ര സെലിബ്രിറ്റീസിനൊക്കെ ആയിരിക്കും കൺഫർമേഷൻ നേരത്തെ കൊടുക്കത്തുള്ളൂ. നോക്കാം. ഞാൻ ആ ഒരു ലിസ്റ്റ് എന്താണെന്നുണ്ടെങ്കിലും കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം ലോഗോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, അതിൽ എന്തൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കും. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം.